തെലങ്കാനയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ പിടിയിൽ. പെద్దപ്പള്ളി മുനിസിപ്പൽ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ സതീഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 32.31 ലക്ഷത്തിലധികം രൂപയുടെ കള്ളപ്പണവും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. പെద్దപ്പള്ളി ടൗണിലെയും സമീപ പ്രദേശമായ തെനുകുവടിയിലെയും ശ്മശാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പൂർത്തിയാക്കിയ കരാറുകാരനാണ് സതീഷ് കുമാറിന്റെ അഴിമതിക്കിരയായത്. നവീകരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം 12,28,748 രൂപയുടെ അന്തിമ ബിൽ കരാറുകാരൻ സമർപ്പിച്ചിരുന്നു. ഈ ഫയൽ പരിശോധിച്ച് ഹൈദരാബാദിലുള്ള തെലങ്കാന അർബൻ ഫിനാൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് അന്തിമ അനുമതിക്കായി അയച്ചു നൽകേണ്ട ചുമതല സതീഷ് കുമാറിനായിരുന്നു. എന്നാൽ ഫണ്ട് അനുവദിക്കാനുള്ള ഫയൽ ഒപ്പിട്ട് നൽകണമെങ്കിൽ 2 ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്ന് സതീഷ് കുമാർ കരാറുകാരനോട് ആവശ്യപ്പെട്ടു. ഇതോടെ കരാറുകാരൻ വിവരം ACB ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. കരാറുകാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ACB ഉദ്യോഗസ്ഥർ സതീഷ് കുമാറിനെ കുടുക്കാൻ കെണിയൊരുക്കി. കെമിക്കൽ പുരട്ടി അടയാളപ്പെടുത്തിയ 2 ലക്ഷം രൂപയുടെ നോട്ടുകളുമായി കരാറുകാരനെ സതീഷ് കുമാറിന്റെ വീട്ടിലേക്ക് അയച്ചു. വീട്ടിലെത്തിയ കരാറുകാരനിൽ നിന്നും പണം കൈപ്പറ്റുന്നതിനിടെ ACB സംഘം ഇയാളെ കൈയോടെ പിടികൂടുകയായിരുന്നു. സതീഷ് കുമാറിന്റെ വീട്ടിൽ മണിക്കൂറുകളോളം നടത്തിയ വിശദമായ റെയ്ഡിൽ ചാക്കുകളിലും കവറുകളിലുമായി ഒളിപ്പിച്ചിരുന്ന കണക്കിൽപ്പെടാത്ത 32,31,900 രൂപ കൂടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത സതീഷ് കുമാർ വലിയ രീതിയിൽ സ്വത്ത് സമ്പാദനം നടത്തിയതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്റെ ഔദ്യോഗിക ചുമതലകൾ അങ്ങേയറ്റം സ്വാർത്ഥ താൽപര്യങ്ങൾക്കും വ്യക്തിപരമായ ലാഭങ്ങൾക്കും വേണ്ടി നിയമവിരുദ്ധമായി ഉപയോഗിച്ചതായി ACB കുറ്റപ്പെടുത്തി. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തെലങ്കാന കരിംനഗർ നഗരത്തിലെ പ്രത്യേക അഴിമതി വിരുദ്ധ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. സതീഷ് കുമാർ പെద్దപ്പള്ളി മുനിസിപ്പൽ ഓഫീസിൽ ചുമതലയേറ്റ ശേഷം പൂർത്തിയാക്കിയ മറ്റ് വലിയ പ്രൊജക്ടുകളുടെ ബില്ലുകളും ഇയാൾ സമാനമായ രീതിയിൽ അഴിമതി നടത്തിയാണോ പാസാക്കിയതെന്ന കാര്യത്തിൽ ACB വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സതീഷ് കുമാറിന്റെ ബാങ്ക് അക്കൗണ്ടുകളും ഇയാൾ സമ്പാദിച്ച സ്വത്തുക്കളുടെ വിവരങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.